പെരുന്നാളിന്റെ രാവിലെ എണീക്കുക, പള്ളിത്ത് തക്കുബീർ കേട്ടിട്ടായിരിക്കും. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മ തുടങ്ങും കുളിക്കുക എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ മാക്സിമം പെട്ടെന്ന് കുളിക്കും. ചടപടച്ച് കുളിച്ച് ഈ പുതിയ ഡ്രസ്സ് ഇടാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ. അങ്ങനെ കുളിച്ചിട്ട് കഴിഞ്ഞ് ബാപ്പ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കും. ബാപ്പക്ക് അത് കാണാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കും. ചായ കുടിച്ചു കഴിഞ്ഞ് ബാപ്പ നല്ല അലമാര തുറന്നിട്ട് നമുക്ക് പെർഫ്യൂം വരും. സൺറൈസ് ഓൾമോസ്റ്റ് അവൻ പോകുന്നു. വെളിച്ചം വന്നു തുടങ്ങി. ഷാദുലിന്റെ ദീനീബോധം കുറച്ച് കൂടിപ്പോയോണ്ട് പള്ളി തുറക്കുന്നതിന് മുമ്പ് എത്തിയെന്നു സംശയം. ഇവിടെയാണ് പള്ളി. ആരുമില്ല. നമ്മളെത്തി. സത്യം ഇന്നല്ലേ ഈദ്. അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ. സലാമത്ത് ഹരിറയ. അപ്പോൾ റീല് കണ്ട പോലെ ഒന്നുമല്ല. ഉപ്പിയും ഉമ്മയും എല്ലാവരും ജിദ്ദയിലാണ്. നമ്മളിവിടെ ഒറ്റക്ക് ഒരു ഇത് നമുക്ക് വൈബാക്കാം. നമ്മൾ ബിരിയാണിയും കഴിച്ചിട്ട് ഒരു കടത്തോ ഉറങ്ങലുണ്ട് പോലെ. ആ പള്ളീൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കയറാം. മീരജ് എടുത്തുണ്ട്. മീരജ് ഇന്ന് ലാൻഡ് ആവും. സോ ദിസ് ഈസ് അവർ ജമാഅത്ത് പള്ളി. അസ്സലാമലൈക്കും. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. അസ്സലാമലൈക്കും. മലേഷ്യയിലൊരു റാപ്പറിനെ കണ്ടുമുട്ടി. ഒരു പാട്ട് ഇല്ല, പള്ളിൻ്റെ ഉള്ളിലായതുകൊണ്ട് പാടൂലെന്ന്. അടുത്ത പിന്നെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഇവിടെ ചങ്ങായിമാരെല്ലാം ഉണ്ടാവും. അവരെല്ലാം കണ്ടിട്ട് ഇവിടെ ഫുള്ള് വൈബാണ് ഗൈസ്. പള്ളിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് എല്ലാവരും കയറി ഇരുന്ന് ഫോട്ടോ എടുക്കും. ഒരു കൂസലില്ല. മൊത്തത്തിൽ എല്ലാവരും കയറിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? കൂടുതലായി പോയി കുത്തുവ ഓടിക്കളിക്കുന്നല്ല. വാവ് വാവ് എന്തേ ഓ കുട്ടപ്പൻ. ഇനി ബാക്കി എല്ലാവർക്കും എടുത്ത് എനിക്ക് എടുക്കണ്ടേ? എനിക്ക് എടുത്ത ഫ്രെയിം സൺഗ്ലാസ് എടുക്കുന്ന ഏതാ പോസ്? അപ്പം നമ്മൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് എനിക്കൊരു ഫോട്ടോ കിട്ടി, ഷാദുലിനൊരു ഫോട്ടോ കിട്ടി, ഹായ്മന് 2-3 ഫോട്ടോ കിട്ടി, ഇവനക്കും ഫോട്ടോ കിട്ടി. തണുത്ത കാലാവസ്ഥ കണ്ടാലും മനസ്സിലാവും. ബസ് ഉണ്ടോ നോക്കണം അവിടെ പോയിട്ട്, ഇല്ലെങ്കിൽ നടക്കേണ്ടി വരും. ഇപ്പം എന്താണ് നോമ്പിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക്? നോമ്പ് ദേ പോയി അല്ല ദേ വന്ന് ഇതാ പോയി. മിസ്സാവുന്നുണ്ടോ? സ്റ്റിൽ രാവിലെ വെള്ളം കുടിക്കുമ്പോൾ എന്തായിരുന്നു ഫീൽ വരുന്നത്? ഒരു ക്രൈം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ വെളിച്ചം വന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. ഇനി എന്താണ് നമ്മുടെ ഇതിൻ്റെ പ്ലാൻസ്? ഇതിൽ നമ്മൾ കേരള പോകണം. കേരള പോയിട്ട് കേരള എന്താണെന്ന് അറിയാത്ത കൊല്ലമ്പോ കേരള പോകുന്നു. നമ്മൾ നല്ല തലശ്ശേരി ദം ബിരിയാണി കഴിക്കുന്നു. അങ്ങനെ മെനൂര് ഓക്കെ. അപ്പോൾ നല്ല തലശ്ശേരി ദം ബിരിയാണി കഴിക്കുന്നു. പൊളിക്കുന്ന്. അവിടെ ഉണ്ട് ബോർഡ്. How was your Ramadan? It was not great, but I have to tell. Why? Without family first time. Me also. Me too. You guys roommate, right? This second time. But I'm alone in my flat last 30 days. Finally bus എത്തി. സലാമത്ത് ഹരിറയ. നമ്മള് കമ്പനിയായി. ക്യാമറ പൊട്ടി. ബാഗാന്ന് വിചാരിച്ചിട്ടേ വരുന്നത്. ക്യാമറ ഓർമ്മയില്ല, കൊറേ എടുത്തിട്ട്. എന്താടാ
ചാട് വീണ വീഡിയോ കിട്ടുമല്ലോ മിക്കവാറും ഞാൻ വീകുമ്പോഴേക്ക് കിട്ടത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എത്ര മണിയായി? 10:45. എത്ര മണിക്കാണ് ഇറങ്ങിയത്? 6 മണിക്ക്. 6:30 ഇറങ്ങി 10:40. അല്ല കുറേ സമയം പോയിട്ടാ. ഒന്നാമത് നേരത്തെ പോയി. പിന്നെ അവിടെയാണ് കുത്തുബ ഭയങ്കര നീളം. ജുമാക്ക് ഇല്ലാത്ത കുത്തുബ ഇന്നുണ്ടായത്. അപ്പം ഇനി എന്താ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ KL പോകുന്നു. അവിടുന്ന് ബിരിയാണി കഴിക്കുന്നു. കുറച്ചിങ്ങനെ അവിടെ ഇങ്ങനെ നടന്ന് എന്തെങ്കിലും ആക്കുന്നു. വലിയ പ്ലാനൊന്നും ഇല്ല. ഇതിന് വെറുതെ വീട്ടിലിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മൾ ഇപ്പോൾ റൂമിൽ പോകുന്നു, ചാർജ് ചെയ്യുന്നു. നമ്മൾ ക്യാമറ ചാർജ് ചെയ്യണം, ഫോൺ ചാർജ് ചെയ്യണം, നമുക്കും കുറച്ച് റീചാർജ് ചെയ്യണം. അപ്പോൾ പോയി വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രഷായി. തീരെ ടൈം ഇട്ടിട്ടില്ല. നാട്ടിലേക്കൊന്ന് വിളിച്ച് സമയം പോയി. ഇപ്പോൾ 11:45. ഒരു ബസ് വരുന്നുണ്ട്. അതിൽ കയറി നേരെ മെട്രോ എടുക്കുന്നു. മസ്ജിദ് ജമക്ക് വന്നു. അവിടെ നടക്കുന്നു, ബിരിയാണി കഴിക്കുന്നു. ഈമാനാണോ പെരുമീനാണോ പുലിപോലെന്തോന്നാണോ കടലീന്നാണോ കഥയീന്നാണോ കുതിരപ്പുറത്തപ്പനാണോ? നമുക്ക് ഇനി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. ഹായും നമ്മളൊപ്പം വരുന്നില്ല. ബൈ ബൈ ടാറ്റ. നാളെ കുറച്ച് കഴിഞ്ഞിട്ട് വരൂലേ? ഞാനിൻ്റെ ഇപ്പം വരട്ടെ. ഇവന് പുറത്ത് ചാൻസോലിൻ. ഇവിടുന്ന് ഇനി പുറത്തിറങ്ങിയിട്ട് ഓറഞ്ച് ലൈൻ എടുക്കണം. ആദ്യമായിട്ടാണ് ഒറ്റക്കൊരു ഇത് അല്ലേ? എന്ത് തോന്നുന്നു ഒറ്റക്കൊരു ഇത്? ഒറ്റക്കൊരു ഇത് എങ്ങനെ? എന്താണ് താങ്കളുടെ ഒരു ബിരിയാണി മാത്രമേ ഉള്ളൂ ചിന്ത? ഇപ്പൊ പോയി കഴിക്കാം. നമ്മൾ MRTന്ന് LRTയിൽ കയറി ചാൻസോലിൽ നിന്ന് മസ്ജിദ് ജമക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് കുറച്ച് നടക്കണം. അവിടെ മസ്ജിദ് ജമക്കെത്തി. അതാ വള്ളി താഴെ ഇറങ്ങി ഒരു 10-15 മിനിറ്റ് നടക്കണം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു മസ്ജിദ് ഇന്ത്യ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇവിടെ അടുത്ത് ലുലു ഉണ്ട്, ജുവൽക്കാസ് ഉണ്ട്. പക്ഷേ ഇതായതുകൊണ്ട് ഫുൾ ക്ലോസ് ആയിട്ടുള്ളത്. ഈ ഹോട്ടൽ 3 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാത്തത് ഇങ്ങനെ ഒരു രാജ്യത്ത് ഈദിന് ഇതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസ്റ്റേഴ്സ് എന്താക്കും? അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ആദ്യം അബാനി. ഞാൻ വന്നത് എനിക്ക് പൊളിയാട്ടാ. പൈസ ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. ആഹാ ഫാൻ മീറ്റിന് പെട്ടെന്ന് തട്ടിയിടോ? ഇവിടെ അപ്പോഴും വെക്കുന്നാല് ഇവിടെ വെച്ചോ. എന്തോ ഒരു കഷ്ടാണ്. ഇല്ലേ പപ്പടം എനിക്ക് വേണം. കൊടുക്കേ ചെയ്യില്ല. നല്ല രസമുണ്ട്. നല്ല വെളിച്ചുണ്ട്. അത് കഴിച്ചു നോക്കുന്ന വേണം. പറയണ്ടേ ഇതിന്റെ സ്ലോ മോഷൻ കഴിയുമ്പോ ഇവന്റെ കഴിക്കുന്ന എടുക്കാം. എങ്ങനെയുണ്ട്? എത്ര കൊടുക്കും? 10-ല് 7 കൊടുക്കും. ആഹാ ബിരിയാണി കഴിച്ചു. ഞാൻ കേക്ക് എടുക്കാം. 8. ഓക്കെ നമ്മള് കഴിച്ചോട്ടെ. പായസം ഉണ്ട്. ഇർഫാനെ വീഡിയോ കോൾ ചെയ്യണം. നീ കുടിക്കൂല? ഇവർക്കാരും കൊടുത്തു. എനിക്ക് ഞാൻ കുടിക്കും. എനിക്കൊന്നും മതി. പായസമുണ്ട്, ബിരിയാണി, പപ്പടം ഉണ്ട്. ഞാൻ 8 കൊടുക്കും. 6 മാസത്തിന് ശേഷം ബിരിയാണി. നീ ആരെങ്കിലും മുമ്പ് കഴിച്ചില്ല? നീ അതിൻ്റെ ഇടയിൽ കല്യാണത്തിന് തന്നെ പോയിട്ടില്ലേ? ശരിയല്ലേ? അതിൻ്റെ ഇടയിൽ സൗദിയിലും പോയി. നമ്മള് കയ്യോട് നാട്ടിലത്തെ ടെസ്റ്റ് ഉണ്ട്. റേറ്റ് ചെയ്യാണ് ചിക്കൻ കൂടി
കഴിക്കട്ടെ. പത്തില് 10 കൊടുക്കും ഞാൻ. ഞാൻ ഇവിടെ വന്നിട്ട് മലയാളിയുടെ ഫുഡ് ഇവിടുന്ന് കഴിച്ച് പെയ്ഡ് പ്രൊമോഷനാ പെയ്ഡ്. ഞാൻ അങ്ങോട്ട് വിളിച്ചു. പോലീസാണോ? ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഴിച്ചു ചേട്ടാ. ലാസ്റ്റ് നമുക്ക് പായസം കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ച് ഇറങ്ങി. ഇതാണ് ഹോട്ടല്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എം ഗ്രിൽ. ഗായ്സ് നമ്മളിനി ബുക്കിത് പിങ്താങ്ങിലേക്ക് പോവുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. ഹായ്മ വരാൻ വേണ്ടിക്ക് ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പം അതുവരെ ബുക്കിത്ത് പോയി വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇറങ്ങി കയറി ലാസ്റ്റ് ബുക്കിത് പിങ്താങ്ങെത്തി. ഇതാണ് ഇവിടുത്തെ ഫേമസ് ബുക്കിത് പിങ്താങ്. നമ്മുടെ ജപ്പാനിൽ ഇതേപോലെ ഒരു സീബ്ര ക്രോസ് അല്ലേ, അതേപോലത്തെ വേറൊന്നും. ഗൈസ് ആദ്യമായിട്ട് ഡമസ്കസിൽ തിരക്കില്ല. എന്തു പറ്റി? ആൾക്കാരില്ല. നമ്മളങ്ങനെ പവലിയനിലെത്തി. ഇപ്പറം ബിയറും ഇതും ഓപ്പോസിറ്റ് കോഫി ഷോപ്പും ഷാദുലും. ഞാൻ ഇവിടെ ഓഫായി എടുക്കാം. അതെ എന്ത് പറ്റി? ഓർങ്ങാത്തോണ്ട് 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഉറങ്ങി മോനെ അറിയുന്നത്. ഇനി ഉറക്കം വരുന്നു. വലിയ രസമൊന്നുമില്ല. എങ്ങനെയുണ്ട് പിരിച്ചു കുടിക്കുന്നുണ്ടല്ല. നിന്റെ ലാറ്റ്? ഇതൊന്നും ഇല്ലടാ പാവം പെട്ട്. കണ്ട കളർ വരുന്നുണ്ട്. ആ പാലാണ് സ്പോട്ടിന്റെ ക്ലാസ്സിലായിരുന്നു കുടിച്ചു നോക്ക്. അതാണ് ഈ ബിരിയാണിക്ക് ആക്കിയത്. ഒന്നും പറയാൻ ഗായ്സ് മഴ പെയ്യുന്നു ഗായ്സ്. പക്ഷെ ഷാദല നനയുന്നില്ല. എന്തുകൊണ്ടാ ഷാദല നനയാത്ത? ഓറ തിരക്കായി ഗായ്സ്, തിരക്കായി. നമ്മളങ്ങനെ ബൗളിങ്ങിന് പോവുകയാണ് ഗൈസ്. ബൈ ദ ബൈ ഹായ്മ തിരിച്ചെത്തി. ഹലോ ഗൈസ്. പൊളിക്കാം. ഒച്ച മാത്രമല്ല പോകുന്നൊന്നുമില്ല. ചുട്ട് പൊള്ളി ഗൈസ്, ഭയങ്കര ചൂട്. ഇങ്ങനത്തെ സാധനം ഇട്ടിട്ട് ഇത് വൈബ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടേ ഇത് കയറി വെക്കാൻ പൊളി വൈബ്. എന്താ പടക്ക അല്ല, അത് മറ്റേ നാഫിലമാക്കിയ സാധനം. അടിപൊളി ഷൂ എല്ലാം കിട്ടി. ഇവര് ഷൂ ഇട്ടാലേ കിട്ടും. என்ன சண்டைக்கு கூட்டாமும் ஒன்னா பந்தயம் போட்டு நாம்பியும் ഓ ഇത് വെയിറ്റ് കൂടുതലാ. അന്ന് എടുക്ക ഈ ലൈനില്ലേ അത് ഫോക്കസ് ചെയ്ത് ഇത് പൊട്ടു. എന്ത് തരണം നിന്നെ പോലെ അവൻ. എന്താ ഒന്നുപോലും ഇട്ടില്ല. പിടിച്ചോ. എന്താ ഇതിൽ പറയുന്നത്? ഇങ്ങനെ പിടിച്ചാ ഞാൻ നിർത്തി പോയാലോ? ഞാൻ വീട്ടിലുണ്ടാവും കേട്ടോ. നിങ്ങൾ കളിച്ചോ. മുതലാളി വീണ്ടും ഞാനില്ല. ഇപ്പൊ സ്കോർ ബോർഡ്
ഞാനാണ് രീതിയിൽ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? 34 ശരിയല്ലേ? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, ഞാൻ ലാസ്റ്റാണ്. ഒരേ പൊളി. എന്റെ ആദ്യത്തെ സ്കോർ മാത്രം നോക്കണം. 3 ഗെയിമിന്റെ അവന്, തസ്ലീമ, ഷാദില്, യാസ്മീന്, ഹൈമ്. ഒരു പോയിന്റ് ഞാൻ ജയിച്ചിരിക്കുന്നു. യാസിന്റെ ജയത്തിനെ കുറിച്ച് എന്താണ് പറയാൻ? ലാസ്റ്റിന്റെ ചേടൊക്കെ ഷാദിൽ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, അവന്റെ സ്വന്തം അടിപൊളിയുണ്ട്. ക്യാമറ വിന്നോർ ലൂസ്. എനിക്ക് സങ്കടം ജയിച്ചില്ല. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം. ഇത്ര നല്ല വൃത്തി കളിച്ചിട്ട് എന്റെ ഭാഗ്യനാ. എന്ത് പറഞ്ഞാലും എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ജയിച്ചിട്ടുണ്ട്. ഓട്ടടാ, ഞാൻ തോറ്റ അന്ന് എനിക്ക്. എടാ, ഞാൻ തോറ്റന്ന്, നീ ജയിച്ചോ? വിഷമിക്കല്ലേ? എന്താ ചെയ്യാ? ഷാദുല്ലന്റെ മുഖം നോക്ക്. ഇതില് ഞാനൊരു പ്രതീക്ഷ. പെരുമീനാണോ പുലി പോലെന്തോന്നാണോ, കടലീനാണോ കഥയിനാണോ, കുതിരപ്പുറത്തപ്പനാണോ, കണ്ടാലോ തനിമാന്യ കയ്യിലിരിപ്പത് പണിയ, സൈലന്റാണോ വയലന്റാണോ, ഒരു കുട്ടിക്കുടുക്കാണോ. അപ്പൊ നമ്മൾ കേരളിനെ തിരിച്ച് സൈലോജയെത്തി. ഇവിടെ ബസ്സിന് കാത്തുനിൽക്കുന്നു. ഇന്നത്തെ ഇത് ഒരു ഭയങ്കര ബോർ ചെയ്താവുന്ന വിചാരിച്ചത്, പക്ഷെ പോളി ഇതായിരുന്നു. അപ്പം ഹായ്മനോട് ചോദിച്ചേക്ക, ഈ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? റേറ്റിംഗ് കൊടുത്ത ഒരു 8 ആക്കാം. 8. കുറച്ചുകൂടി കൂട്ടാൻ പറ്റിയൊരു ഫണ്ട് കൂടിയില്ല, പക്ഷെ പൊളിച്ച്. ബാക്കി നമുക്ക് അടുത്ത നാളത്തെ ആ 3 ദിവസമല്ലേ വരുന്നത്. യാ റിവ്യൂ പറഞ്ഞിട്ട് പോടാ. ഷാദില് ഇങ്ങനെ തോറ്റേനാ? റിവ്യൂ പറയാടാ. എടാ ഗ്രാബ് നമ്മൾ സ്ഥലം മാറിയടാ. അതിന് കുഴപ്പമില്ല, നീ റിവ്യൂ പറ. നമ്മളൊക്കെ റിവ്യൂ തരാനൊന്നും മൂടില്ല. ചെയ്യാം. ഈ വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.